ഹായ് ഫ്രണ്ട്സ്, ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടൊരു കുക്കർ ബിരിയാണിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, ഒരു പച്ചമുളക്, അതുപോലെ കുറച്ച് പെരുംജീരകം കൂടിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതായത് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഞാൻ മസാലയൊക്കെ ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അരമണിക്കൂറൊന്ന് വെക്കണം, റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഞാൻ കുക്കറിലേക്ക് പാകത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സവാള വളരെ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണ്, അതൊന്ന് നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കണം. അങ്ങനെ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്കായ, കുരുമുളക്, ജീരകം എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഉപ്പിട്ട് ഒന്ന് വരട്ടി വെച്ചിട്ടുള്ള സവാളയാണ് കേട്ടോ, പെട്ടെന്ന് വാടി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മസാലയിൽ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും അതുപോലെ ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വിധത്തിലൊന്ന് പകുതിയോളം വേവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ ഉപ്പിട്ട് വെച്ചിട്ടുള്ള കാരണം, അതുപോലെ ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ നമ്മൾ സവാളയിലും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് അളവിലാണ് അരി എടുത്തിട്ടുള്ളത്, ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാലയുടെ കൂടെ മിക്സ് ചെയ്യരുത്, നമുക്കിത് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം വേണം. വെള്ളം ഞാൻ നേരത്തെ ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അരിക്ക് കറക്റ്റ് 2 കപ്പ് വെള്ളം തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കർ അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കാം. ഇനി വിസിൽ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ മൂടി വയ്ക്കണം. ആ പ്രഷറൊക്കെ അതിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് തുറന്നിട്ട് നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള സവാള, അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വീണ്ടും ഒരു 10 മിനിറ്റ് നേരം വെയിറ്റ് ഒന്നും ഇടാതെ നമുക്ക് കുക്കറൊന്ന് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കണം. ഇനിയിപ്പോൾ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ദമ്മായിട്ട് നല്ലൊരു ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം. വേണ്ടില്ലേ, കറക്റ്റ് വെള്ളം, അതായത് 2 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അതാണ് കറക്റ്റ് അരിയുടെ പാകത്തിനുള്ള വെള്ളം. ഇപ്പോൾ കണ്ടില്ലേ, അരിയൊക്കെ നന്നായി കറക്റ്റ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം കൂടുതലൊന്നുമില്ല, ഗ്രേവി എല്ലാം കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.